തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ തൂക്കമഹോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന ഒരു സുവർണ നിമിഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇത്രയും നാളും നമ്മുടെ അയ്യപ്പൻ കരിങ്കല്ലിൽ കൊത്തിയ ഒരു ഗോപുരത്തിലായിരുന്നു. ഇന്നത് സ്വർണ്ണമയമായി ഇരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിലെ അയ്യപ്പൻ കോവിലിലെ ചെമ്പോല ആവരണം ചെയ്യുന്ന കർമ്മം ഇന്ന് നടക്കുകയാണ്. ഓംകാര സ്വരൂപിണിയും സർവാഭീഷ്ട വരദായിനിയുമായ കാട്ടുനട ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉപദേവനായ ശ്രീ അയ്യപ്പ ക്ഷേത്രം ചെമ്പോല ആവരണം ചെയ്ത് സമർപ്പണം ചെയ്യുന്ന ചടങ്ങ് മകരവിളക്ക് ദിവസമായ ഇന്ന് പരമപവിത്രതയോടെ പരിപാവനമായ നമ്മുടെ കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ നാടിനായി അയ്യപ്പനെ സമർപ്പണം ചെയ്യുകയാണ്. ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒത്തിരി ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ ഇന്ന് എത്തിച്ചേർന്നത്. മകരവിളക്ക് പ്രമാണിച്ച് പ്രത്യേക ദീപക്കാഴ്ചയും ഇന്നിവിടെ ഒരുക്കുന്നുണ്ട്. ഇവിടെ മറ്റ് വിശിഷ്ട അതിഥികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യം 5:30 ചെമ്പോല കൊണ്ട് ആവരണം ചെയ്ത അയ്യപ്പനെ നമുക്ക് നാടിനു വേണ്ടിയും ഈ ക്ഷേത്രത്തിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും സമർപ്പിക്കുകയാണ്. ആ മംഗളകർമ്മത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. എല്ലാവരും അത്യധികം സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്ന അയ്യപ്പൻ്റെ ഈ പുതു ശ്രീകോവിലിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. അയ്യപ്പ ക്ഷേത്രത്തെ ഇത്രയും ഭംഗിയോടെ ചെമ്പോല കൊണ്ട് ആവരണം ചെയ്ത് ക്ഷേത്രത്തിന് സമർപ്പിച്ചത് നല്ലൊരു ദേവീഭക്തനായ ശ്രീ സുഭാഷ് അവർകളും കുടുംബവുമാണ്. തുടർന്ന് നടന്ന ദീപക്കാഴ്ചയിൽ ഒത്തിരി ദേവീഭക്തരും പങ്കെടുത്തിരുന്നു.
നമ്മുടെ അയ്യപ്പൻ്റെ ശ്രീകോവിൽ സമർപ്പണത്തിന് ശേഷം വിവിധ കലാപരിപാടികളും ഇവിടെ ഉണ്ട് കേട്ടോ. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന് കൈകൊട്ടിക്കളിക്ക് ഒരു സംഘം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. രഞ്ജിത. നിങ്ങളുടെ കൈകൊട്ടിക്കളിയുടെ നക്ഷത്ര. 2 വർഷം കൊണ്ട് തുടങ്ങിയതാണ് ഈ കൈകൊട്ടിക്കളി. ഒത്തിരി വേദികളിൽ ഞങ്ങൾ പങ്കെടുത്തു. ഉത്സവങ്ങളും പിന്നെ കലാ മത്സരങ്ങളും കൂടാതെ തന്നെ നമ്മൾക്ക് ചെറിയ ചെറിയ ഉത്സവാഘോഷങ്ങൾ കൂടാതെ തന്നെ കായിക മത്സരങ്ങൾക്കൊക്കെ ഞങ്ങൾ പോണ പോലെ തന്നെ വീരനാട്യത്തിൻ്റെ മത്സരവുമായി ഞങ്ങൾ പോയിട്ടുണ്ട്. ഒത്തിരി സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് കൈകൊട്ടിക്കളി, വീരനാട്യം, ഫ്യൂഷൻ ആൻഡ് കുറച്ച് തീമായിട്ടാണ് വന്നിരിക്കുന്നത്. കൈകൊട്ടിക്കളിക്ക് എല്ലാവർക്കും ബോഡി സ്ട്രക്ചറിലാണ് പ്രാധാന്യം. കൈയും മെയ്യും നന്നായി വണങ്ങിയാൽ മാത്രമേ നമുക്ക് കൈകൊട്ടിക്കളി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇവരുടെ ഹൈറ്റിൻ്റെ വേരിയേഷൻ നോക്കിയല്ല, കായികമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പവർഫുള്ളാണ്. എല്ലാവരും പ്ലസൻ്റ് ആയിട്ടുള്ള ചെറിയ ജില്ലാ കലോത്സവത്തിലൊക്കെ നമ്മളുടെ കഴിച്ചാൽ അതിലൊന്നും അംഗീകരിക്കുന്നതല്ലല്ലോ. അല്ല അല്ലാതെ ഇങ്ങനെ ഉത്സവ വേദികളില് ഇങ്ങനെ പോകുന്നതാണല്ലേ. ചിലപ്പം എല്ലാവരും നന്നായിട്ട് കളിക്കുക. വന്നതിൽ ഇഷ്ടപ്പെട്ടോ ക്ഷേത്രവും? ഇവിടുത്തെ ഒത്തിരി എല്ലാവരും ഇഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം? എങ്ങനെയുണ്ട്? പൊളിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്നൊരു ചേട്ടനുണ്ട്, സുഭാഷ് ചേട്ടനെ കുറിച്ച് ഒത്തിരി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം ഞങ്ങൾ ഈ വന്ന ഈ ഒരു സമയം കൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ മാത്രമാണ് സുഭാഷ് ചേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. എല്ലാ അറേഞ്ച്മെന്റ്സും പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെതായ നമ്മൾ പറഞ്ഞ എല്ലാ സജ്ജീകരണങ്ങളും സുഭാഷ് ചേട്ടനോട് ഒരുക്കിയിട്ടുണ്ട്. വേദിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമാണ്. ഇവർക്ക് വേണ്ടി ഞങ്ങൾ വീരനാട്യം കളിച്ച് തകർക്കുന്നത്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന് കൈകൊട്ടികളി കളിക്കുന്നത്. അത് കാണാൻ ഞങ്ങളും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോട് കേട്ടോ. താങ്ക് യു. എല്ലാം നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ. ഇവരുടെ അരങ്ങേറ്റമായിരുന്നു ഇന്ന്. നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ്? ശിവപാർവതി. എത്ര നാളായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? ഇത് വന്നിട്ട് ഒരു 2 മാസം അത്രേ വരുള്ളൂ. ആരാണ് തിരുവാതിരക്കളി പഠിപ്പിച്ചത്? ഞാൻ തന്നെയാണ്. ഈ ഒരൊറ്റ ആളാണ് ഈ തിരുവാതിരക്കളി. അപ്പം നിങ്ങളുടെ ആദ്യത്തെ വേദിയാണോ ഇത്? അതെ, ആദ്യത്തെ വേദിയാണ്. ഇനി കാവുംപുറത്ത് ക്ഷേത്രത്തിൽ അടുത്ത തിരുവാതിര കാവുംപുറത്ത്. അതെ.